നമസ്കാരം. ഇടതുമുന്നണിയിൽ നിന്നും തെന്നിമാറിയ PV അൻവർ നിലനിൽപ്പില്ലാതെ വലയുകയാണ്. കേരള പാർട്ടി രൂപീകരിക്കണമെന്ന് PV അൻവറിനോട് ആവശ്യപ്പെടാൻ കോൺഗ്രസ് തീരുമാനിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ പ്രയാസമാണെന്നാണ് കോൺഗ്രസ് നിലപാട്. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കൾ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അൻവറിനെ അറിയിക്കും. തൃണമൂൽ കോൺഗ്രസിനെ എടുത്തുചാടി UDF-ലേക്ക് എടുക്കുന്നത് അബദ്ധമാകുമെന്നാണ് ചില ഘടകകക്ഷികളുടെയും നിലപാട്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി സംസ്ഥാനത്ത് രൂപീകരിക്കുന്നതാകും ഉചിതമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. UDF-ലെ ഭാരതീയ നാഷണൽ ജനതാദൾ നേതാവായ ജോൺ 2 വർഷം മുമ്പ് RJD-യിൽ ചേർന്നിരുന്നു. എന്നാൽ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി RJD-യിൽ ലയിച്ചതോടെ ജോൺ പുറത്തായി. ഇത് ദേശീയ പാർട്ടിയാകുമ്പോഴുള്ള ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങൾ അടക്കം നേതാക്കൾ അൻവറിനെ ബോധ്യപ്പെടുത്തും. മാണി സി കാപ്പൻ കേരള പാർട്ടി രൂപീകരിച്ചു നിൽക്കുന്നത് പോലെ മുന്നണിയിലേക്ക് കടന്നു വരുന്നതാണ് നല്ലതെന്ന് നേതാക്കൾ പറയും. മുന്നണിയിൽ ഘടകകക്ഷിയാകാതെ പുറത്തു നിർത്തി സഹകരിപ്പിക്കുന്ന കാര്യവും കോൺഗ്രസിന്റെ ആലോചനയിലുണ്ട്. അങ്ങനെയെങ്കിൽ UDF യോഗത്തിൽ അടക്കം പങ്കെടുക്കാൻ പറ്റിയേക്കില്ല. ഇക്കാര്യത്തിൽ അൻവർ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാവുക. CPM-ഉമായുള്ള സഹകരണം അവസാനിപ്പിച്ച് DMK-യായ അൻവർ പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. ഇനിയും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് വിശ്വസ്തതയെ ബാധിക്കുമെന്ന ആശങ്ക അൻവറിനും ഒപ്പമുള്ളവർക്കും ഉണ്ട്. അൻവർ UDF-ൽ ചേരുന്നതിനോട് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും വലിയ താല്പര്യമില്ലെന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മമതാ ബാനർജിക്ക് കത്തയച്ചു. പാർട്ടിയുടെ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് എത്തിയിരുന്നെങ്കിലും കോൺഗ്രസ് ബന്ധത്തോട് മമതയ്ക്ക് താല്പര്യമില്ല. കോൺഗ്രസിൽ ചേരുക അൻവറിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസുമായുള്ള പ്രശ്നം മാറ്റി നിർത്തിയാൽ അൻവറിനെ കൈയൊഴിയരുതെന്നാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും നിലപാട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് മലബാറിൽ മറ്റൊരു സീറ്റ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സീറ്റ് അൻവറിന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ അൻവറിനെ ഒപ്പം കൂട്ടുന്നത് നിലമ്പൂർ, കൊടുവള്ളി, പെരിന്തൽമണ്ണ, മങ്കട, തിരുവമ്പാടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചത് 38 വോട്ടിന് മാത്രമാണ് എന്ന കാര്യവും നേതാക്കൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു.